പ്രിയമുള്ളവരെ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ വരുന്ന മിക്കവരുടെയും സംശയമാണ്. നമുക്ക് ടൈലിൻ്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തരാം. അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അതുമാത്രമല്ല, ഇന്ന് മാർക്കറ്റിൽ പലരും ഇഞ്ചിൻ്റെ കണക്കിൽ ഒരു ഇഞ്ച് ഇത്ര വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഇഞ്ചിൻ്റെ കണക്കിലാണ് പലരും അതിൻ്റെ പൈസ ഈടാക്കുന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈല് വരുന്നുള്ളത് മില്ലിമീറ്റർ കണക്കിലാണ് വരുന്നുള്ളത്. അപ്പോൾ അത് സിമ്പിളായി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷനും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ പറ്റും. ഞാനൊരു ചുരുക്കത്തിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ ടൈലിൻ്റെ സൈസ് 2x4 എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റിൽ മൊത്തം കൊടുത്തുകൊണ്ടുള്ളത്. 2x4 എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ ഫീറ്റ് എന്ന തരത്തിലാണ് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നത്. എല്ലാവരും അല്ല, പലരും ആ റേറ്റിലാണ് സപ്ലൈ ചെയ്തുകൊണ്ടുള്ളത്. 4 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 4 ഫീറ്റ് എത്തുന്നുള്ളത്. 4 ഫീറ്റ് എത്തുന്നുള്ളത് ഈ സ്ഥലത്താണ് 4 ഫീറ്റ് എത്തുന്നുള്ളത്. നമുക്ക് ഈ ടൈലിന് വരുന്നുള്ളത് 120 സെൻറ്റിമീറ്ററാണ്. 120 സെൻറ്റിമീറ്റർ 1200 mm. ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ കാൽക്കുലേഷനാണ്. ഇപ്പോൾ ഒരു ടൈല് 120 സെൻറ്റിമീറ്റർ 120 സെൻറ്റിമീറ്ററാണ് വരുന്നുള്ളത്. 120 സെൻറ്റിമീറ്റർ അതിൻ്റെ ഹൈറ്റ് നമുക്ക് നോക്കാം എത്ര വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ. സാധാരണ എല്ലാവരും കൂട്ടൽ 4 ഫീറ്റ് 2 ഫീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഹൈറ്റ് വരുന്നുള്ളത്. 60 സെൻറ്റിമീറ്റർ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. 60 സെൻറ്റിമീറ്ററാണ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. 120 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഹരിക്കണം 929 എന്ന് പറഞ്ഞാൽ 7.75 ഒരു സ്ക്വയർ ഫീറ്റ് വരുന്നത്. 8 സ്ക്വയർ ഫീറ്റ് വരില്ല, 7.75 സ്ക്വയർ ഫീറ്റാണ് ടൈല് നമുക്ക് സ്ക്വയർ ഫീറ്റായിട്ട് കിട്ടുന്നുള്ളത്. അതേപോലെ തന്നെ ഇത് 2 എണ്ണം വരികയാണെങ്കിൽ ഒരു ബോക്സ് 15.5 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ലഭിക്കുന്നുള്ളത്.